ഹായ് ഗൈസ്, കുഞ്ഞപ്പൻ ആൻഡ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. കാലിക്കറ്റിൽ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒഫീഷ്യലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിക്ക് പോകുന്ന സ്ഥിതിക്ക് ഞങ്ങളിന്ന് അവിടെ സ്റ്റേ എടുക്കാം പുറത്തെവിടെയെങ്കിലും എന്നുള്ളൊരു പ്ലാനിൽ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ബാക്കി അവൻ്റെ ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്തത് മടക്കി വെക്കാൻ വേണ്ടി അവൻ്റെ ബോക്സ് എടുത്തതാണ്. അത് മൊത്തം വാരി വലിച്ചിട്ട് അതൊക്കെ പെറുക്കി വെച്ച് ബാഗൊക്കെ എടുത്ത് വീടൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരമുണ്ട്, ഒരു 1.5 hours ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ വേറെ നിന്ന് ചെയ്യാനുണ്ട്. ഒരു ബ്രേക്ക് വരും. എന്തായാലും ഈവനിങ് ആകുമ്പോഴേക്കൊക്കെ ഞങ്ങൾ എത്തുള്ളൂ. ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഉച്ച സമയത്തായതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ട്. പിന്നെ രാവിലെ ഉറങ്ങുന്ന ശീലമാണ് കുഞ്ഞൂസിനുള്ളത്. രാത്രി മൊത്തം കളിയാണല്ലോ, അപ്പോൾ അവനെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളായിരുന്നു നേരത്തെ. ഇപ്പോൾ ആൾ ഉറങ്ങി എണീറ്റ് ഒന്ന് ഉഷാറായി, ചിരിയൊക്കെ തുടങ്ങി. ഞങ്ങൾ ഏകദേശം സ്ഥലത്ത് എത്താറായി. റെയിൽവേ ക്രോസിൽ ട്രെയിൻ കണ്ടതിൻ്റെ ഒരു ആങ്സൈറ്റിയാണ് ആളുടെ മുഖത്ത്. ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്തു. നമ്മൾ റിസോർട്ടിലോട്ട് എത്തി. അതിൻ്റെ എൻട്രിയാണ്. കുറച്ച് ഇരുട്ടായിട്ടുണ്ട്, ഒരു 7-7:30 ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മോർണിംഗ് വ്യൂ ഞാൻ അടുത്ത വ്യൂവിൽ കാണിച്ചു തരാം കേട്ടോ. വാസ്കോ ഡ ഗാമ റിസോർട്ടാണ് നമ്മൾ സ്റ്റേ എടുത്തത്. നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഒരു ഏരിയയൊക്കെ ഉള്ള സ്ഥലമാണ്. റിസപ്ഷനിലെത്തി. ചെക്കിന് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞപ്പൻ ചാർജായി. അവന് കളിക്കാൻ കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. വേറെയും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ കൂടെ കളി തുടങ്ങി. പിന്നെ ഓടി നടക്കുക മെയിൻ പരിപാടി. അത് തന്നെ, നടക്കാൻ തുടങ്ങിയതിന് ശേഷം നടത്തമാണ് മെയിൻ പരിപാടി. കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ അവൻ്റെ പിറകെ ഓടി എത്തിച്ചിട്ട് ടൈം എടുക്കും. ഇതാണ് നമ്മുടെ റൂംസ്. ഒരു പഴയ റൂമാണ്, കുറച്ച് പഴക്കമുണ്ട്. പുതിയ പ്രോപ്പർട്ടി അല്ല ഇത്. പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചാച്ചൻ എടുക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. എന്നെ എടുക്കണം, നീ ഞങ്ങളെ മാത്രം അങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ അച്ചു ഗിഫ്റ്റ് തന്നതായിരുന്നു ബർത്ത്ഡേക്ക്. എൻ്റെ ഫ്രണ്ടാണ്. ഞാനതിൻ്റെ ബാൽക്കണി ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ അവിടെ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് ഞങ്ങളെ കളിയിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഇവിടെയുള്ള ഫർണിച്ചറിൻ്റെ എല്ലാം ഉറപ്പ് ചെക്ക് ചെയ്യാണ് കുഞ്ഞൂസ്. എവിടെ പോയാലും അവിടെ എന്തെങ്കിലും സാധനം അവൻ്റെ കയ്യിൽ എത്തുന്നിടത്തുണ്ട്. ഡ്രോയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡ്രോ തുറന്ന് നോക്കുക. എനിക്കൊന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. കുറച്ച് നേരം പിന്നെ അവനെ അടക്കിയിരുത്താൻ വേണ്ടി കാർട്ടൂൺ കാണിച്ചു കൊടുത്തു. ബെഡിലിരുന്ന് കുലുക്കിയൊക്കെ ചാച്ചൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് നേരം അവിടെ ഇരുന്നു. കാരണം കുറച്ച് നേരമെങ്കിലും അവനെ അടങ്ങിയിരിക്കണ്ട. ഇത് അവൻ്റെ തന്നെ ഫേസ് കണ്ട് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുക ഗ്ലാസ്സിൽ. അതൊക്കെ അവർക്ക് കുറച്ചൊരു എക്സൈറ്റഡ് സംഭവമാണല്ലോ. ഇതാണ് ഇവിടുത്തെ പൂൾ കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു പൂളാണ്. ആൾക്കാരുണ്ട് അവിടെ, കുറേ പേരുണ്ട്. പിന്നെ ഞങ്ങൾ പൂളിലോട്ട് പോയില്ല, കാരണം എനിക്കും ചെറിയൊരു കോൾഡ് ഉണ്ട്, കുഞ്ഞൂസിനും ചെറിയൊരു കോൾഡ് ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ലേറ്റായി. ഇനിയിപ്പോൾ കുറേ സമയം അവിടെ കളിക്കാനുള്ളൊരു ടൈമില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ തന്നെ ഒരു 10 ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അത്ര സംഭവമൊന്നുമല്ല, ആവറേജ്. അതൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവൻ്റെ കൂടെ അവന് കഞ്ഞി ഞാൻ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് വീട്ടിൽ കയറി കഞ്ഞിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ കഞ്ഞിയൊക്കെ കുടിച്ച് സെറ്റായി. പിന്നെ അവന് കഞ്ഞിയാണ് വേണ്ടത്. കഞ്ഞീൻ്റെ ആളാണ്. വേറെ ഫുഡൊക്കെ കുറച്ചേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കളി തുടങ്ങി. കാരണം ഇപ്പം അവന് ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ ടൈമിൽ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞങ്ങൾക്ക് ഇന്ന് ശിവരാത്രി ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം അവനെ ഓടി നടക്കാനുള്ളൊരു സ്പേസും ഉണ്ട് അവിടെ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ വലിയ കുഴപ്പമില്ല. അവരും ഒരിച്ചിരി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അവൻ കളിക്കുമ്പോൾ അവനെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. റിസപ്ഷനിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടിയൊക്കെ അവനെടുത്തുകൊണ്ട് വേഗം കയറി പോവുകയും ചെയ്തു. പെങ്കൊച്ചല്ലേ, ഇച്ചിരി കോഴി സ്വഭാവം ഉണ്ടോ എന്നൊരു സംശയം. ഞങ്ങളുടെ അല്ലേ കൊച്ച്. അങ്ങനെ അവരുടെ ടൈമല്ലേ, നടന്ന് തുടങ്ങുന്ന സമയമല്ലേ, അപ്പോൾ കളിക്കാനായിരിക്കില്ല. പിന്നെ കൂടുതലും ഈ സ്റ്റെപ്സ് കണ്ടാൽ അതിൽ താഴെ ഇറങ്ങിയാൽ പോവുക. അപ്പം നമ്മളും പിറകെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. നല്ലൊരു എക്സസൈസാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും മെലിഞ്ഞിട്ടാന്നല്ല പറയുന്നത്, വെയിറ്റ് ഉണ്ട്. അപ്പം ഡോക്ടർ എന്നോട് ഇവനെ ജനിച്ച സമയത്ത് പറഞ്ഞത്, ഇവനൊന്ന് വലുതായിക്കോട്ടെ, നീ പേടിക്കണ്ട, നീ മെലിഞ്ഞു തുടങ്ങിക്കോളൂ എന്ന്. ഇപ്പം ഞാൻ ഐസായിട്ട് മെലിഞ്ഞു തുടങ്ങുകയാണ്. ഫുഡ് കൺട്രോൾ തീരെ ഇല്ല. ഞാൻ എന്നും വിചാരിക്കും കൺട്രോൾ ചെയ്യണമെന്ന്. പക്ഷേ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഫുഡ് കാണുമ്പം എനിക്ക് മറ്റേ സംഭവം വരും, നമ്മുടെ ക്രേവിങ്സ്. അപ്പോൾ ഞാൻ കഴിച്ചു പോകും. പക്ഷെ ഇപ്പം ഈ ഓട്ടം ഉള്ളതുകൊണ്ട് ഇവൻ്റെ പിറകെ ഞാനും അവനും ചാച്ചനും ഒറ്റയ്ക്കും ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, കുറേശ്ശെ മെലിഞ്ഞ് വരുന്നുണ്ട്.
ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞങ്ങൾ സ്റ്റേ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് കാലിക്കറ്റിലോട്ട്. കാരണം വർക്ക് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് കോട്ടയ്ക്കിൽ നിന്ന്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് റൊട്ടീൻസൊക്കെ ഒന്ന് മാറണം. ഇപ്പം മിക്ക ദിവസവും അവിടെ നിന്ന് ഇങ്ങോട്ടും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുമായിട്ടുള്ള യാത്രയാണ്. മിക്ക ദിവസവും അത് തന്നെയാണ്. കാരണം ഒന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും ഫുഡ്, പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇവിടെ നിന്നും ഫുഡ്, അങ്ങനെ ഒന്നും നിയന്ത്രണമില്ല. അവൻ കളി തുടങ്ങി. നമ്മൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കണ്ട് തിരിച്ച് പോയി കിടന്ന് ഉറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. നല്ല ഭംഗിയുള്ളൊരു സൈറ്റൊക്കെ ആയിരുന്നു. എനിവേ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം.